നമുക്ക് ലൈഫ് ബോറിംഗ് ഉണ്ടാവും, ജീവിതത്തിൽ യാതൊരു കാഴ്ചപ്പാടില്ലാതെ ജീവിതം തന്നെ വളരെ ലേസി ആയിട്ട് പോകും, സ്ട്രെസ്സ് ഫീൽ ചെയ്യും, അതേപോലെ തന്നെ എനർജി ലോസ് ഫീൽ ചെയ്യും, ജീവിതത്തിൽ ഒരു സന്തോഷവും കിട്ടത്തില്ല. നമ്മുടെ നേവൽ ഏരിയയിൽ നിന്നും നമ്മുടെ ഹാർട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ആയി. നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് എനർജി പ്ലാന്റ് ആണ്. ഒന്ന് ബ്രീത്തിങ്, ഒന്ന് വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷന് വലിയ പവറാണ് ഉള്ളത്. നമുക്കുള്ള നമ്മുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് നമുക്ക് എത്ര സെൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്? 5 സെൻസസ് ആണ്. എന്നാൽ 5 സെൻസസിന് പുറത്ത് 5 സെൻസസും കൂടെ ഉണ്ട്. മെച്യൂർഡ് ആവുന്ന പ്രായത്തിൽ നമ്മൾ ഈ വിഷ്വലൈസേഷൻ നന്നായിട്ട് ഉപയോഗിക്കും. നമ്മൾ ഈ ലൈംഗിക ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോൺസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വിഷ്വലൈസേഷൻ, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിൽ പവർ ഉണ്ടാവും, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇച്ഛാശക്തി ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് ആ ഊർജം കൊടുത്താൽ നമുക്ക് വിജയിക്കും. നിങ്ങൾക്ക് ഈ ഫിസിക്കലായിട്ടുള്ള സുഖം മാത്രം മതിയെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്തോളൂ. ഈ കഴിഞ്ഞ 250 വർഷമായി വേൾഡിലെ മുഴുവൻ സമ്പത്തിൻ്റെയും വെൽത്തിൻ്റെയും പരമ അധികാരം അവർക്കാണ്. നമ്മുടെ കുട്ടികൾ 25-30 വയസ്സായിട്ടും ഒരു 10,000-15,000 രൂപയുടെ ഇരിക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാം ചെയ്തിട്ടും, അതായത് അവർ വർക്ക് ചെയ്തിട്ടും സക്സസ് ആവാത്ത ഒരുപാട് ആളുകളും നമ്മുടെ ഇവിടെയുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവർക്കൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ ലാവ കോൺഷ്യസ്നസ് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത്? ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും തേടുന്ന തേടൽ ഇതാണ്: ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൽ ഒന്നും ആയില്ല, ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്കൊന്നും ആവാൻ കഴിഞ്ഞില്ല, ഞാൻ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നു, എന്നാൽ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ 0 അതേപോലെ ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിയുന്നില്ല, ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ല, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ല, ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോകുന്ന കുറേ ആളുകൾ എൻ്റെ നമ്മുടെ ഈ ട്രെയിനിങ് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് വിളിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ പൊതുവേ ഈ നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജം, പ്രാണ ഊർജ്ജം, അതേപോലെ തന്നെ വൈറ്റൽ എനർജി, ഈ വൈറ്റൽ എനർജിയെ നമ്മുടെ ലക്ഷ്യത്തിലേക്കും നമ്മുടെ ആഗ്രഹത്തിലേക്ക്, അഗാധമായ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആ ഊർജ്ജം കൊടുക്കുമ്പോഴാണ് അതിൽ സക്സസ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഈ ഊർജം, നമ്മുടെ ജീവ ഊർജം നമ്മൾ ഉപയോഗിക്കുന്നത് ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഫിസിക്കലായിട്ടുള്ള അവരുടെ സുഖങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഊർജ്ജത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് വെറുതെ വേസ്റ്റ് ചെയ്താൽ നമുക്ക് ലൈഫ് ബോറിംഗ് ഉണ്ടാവും, ജീവിതത്തിൽ യാതൊരു കാഴ്ചപ്പാടില്ലാതെ ജീവിതം തന്നെ വളരെ ലേസി ആയിട്ട് പോകും, സ്ട്രെസ്സ് ഫീൽ ചെയ്യും, അതേപോലെ തന്നെ എനർജി ലോസ് ഫീൽ ചെയ്യും, ജീവിതത്തിൽ ഒരു സന്തോഷവും കിട്ടത്തില്ല ഈ വൈറ്റൽ എനർജിയെ തെറ്റായിട്ട് ചാനലൈസ് ചെയ്താൽ. എന്നാൽ ഈ എനർജിയെ ശാരീരികമായിട്ടല്ലാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഈ പ്രാണ എനർജിയെ, ഈ ജീവൽ എനർജിയെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അതിലേക്ക് ഊർജം കൊടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം വലുതായി സക്സസ്ഫുള്ളായ ഒരാളായി നമുക്ക് മാറാൻ കഴിയും. ഇതെങ്ങനെയാണ് ഒരു പ്രാക്ടിക്കലി ഒരാളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് പ്രധാനമായിട്ടും 3 മൈൻഡാണുള്ളത്. ഒന്ന്, നമ്മുടെ നേവൽ പോർഷനിലിരിക്കുന്ന, നമ്മുടെ പെൽവിക് ഏരിയയിലിരിക്കുന്ന നമ്മുടെ അവെയർനെസ് മൈൻഡ് എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ നേവൽ ഭാഗത്താണ് നമ്മുടെ ഇമോഷനുകളെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത്, ആ ഭാഗത്താണ്. നമ്മുടെ എനർജി പ്ലാന്റ്, ഇലക്ട്രിസിറ്റി പോലെ തന്നെ എനർജി പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി ഏരിയയും അതേപോലെ തന്നെ നമ്മുടെ ഹാര പോയിന്റുമാണ്. ആ ഹാര പോയിന്റിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അവിടെ ആ ഭക്ഷണത്തിൻ്റെ ഊർജം ഉൽപാദന കേന്ദ്രമാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഊർജത്തെ നമ്മൾ താഴോട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ ഇതിനെ മുകളിലേക്ക് ചാനലൈസ് ചെയ്യാൻ, അതിൻ്റെ തൊട്ട് മുകളിലേക്ക് ഈ പറയുന്ന നമ്മുടെ നേവൽ ഏരിയയിൽ നിന്നും നമ്മുടെ ഹാർട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ആയി. ഇത് ഈ കുണ്ടലിനുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ പറയുന്നത് താവോ ടീച്ചിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഒരു തത്വമാണ് ഞാൻ പറയുന്നത്. അത് താവോ പറയുന്ന ഈ 3 പോയിന്റാണ്. ഒന്ന്, നമ്മുടെ ഈ പറയുന്ന നേവൽ ഏരിയയിലുള്ള അവെയർനെസ് പോയിന്റ് അറിയുക എന്നുള്ളതാണ്. ആദ്യം ഇതെൻ്റെ എനർജി സോഴ്സസ് ആണ്. ഈ ഹാര എന്ന് പറയുന്നത്, നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് എനർജി പ്ലാന്റ് ആണ്. അവിടെ ഉണ്ടാകുന്ന ഈ എനർജിയെ നമ്മൾ മുകളിലേക്ക് ഹാർട്ടിലേക്ക് വരുമ്പം നമുക്ക് സ്നേഹമായി
അത് ലവായി, അത് അഫെക്ഷനായി, അറ്റാച്ച്മെൻ്റായി, അതേപോലെ തന്നെ കരുതലായി, ഷെയറിംഗ് ആയി, എല്ലാമായി. അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അവെയർനെസ്. ആദ്യം നമ്മുടെ എനർജിയെ, അവെയർ ആകുന്ന എനർജിയെ നമ്മൾ കോൺഷ്യസ് ആകാൻ കഴിയണം. ഇതാണ് ഒരു മനുഷ്യൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ്. എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്, എല്ലാവരെയും കരുതുക എന്നുള്ളതാണ്, സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്, ആനന്ദത്തോട് ഇരിക്കുകയാണ്, സംതൃപ്തമായി ഇരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന മൈൻഡിലേക്ക് വരുമ്പോൾ, ഞാൻ ഈ പറയുന്ന കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും അത് അവിടെ നിന്ന് നമ്മൾ എവിടേക്ക് കൊണ്ടുവരണം? നമ്മുടെ ഒബ്സർവിങ് മൈൻഡിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഒബ്സർവിങ് മൈൻഡ് എന്ന് പറയുന്നത് ബ്രെയിനിലാണ് ഇരിക്കുന്നത്. ആ ഒബ്സർവിങ് മൈൻഡിലേക്ക് നമ്മുടെ തലയിലേക്ക് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധ കിട്ടും, അറ്റൻഷൻ കിട്ടും. ഈ എനർജിയുടെ ഒരു ഫോം എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന് അറ്റൻഷൻ, ഒന്ന് ഇൻറ്റൻഷൻ, ഒന്ന് ബ്രീത്തിങ്, ഒന്ന് വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷന് വലിയ പവറാണ് ഉള്ളത്. നമ്മുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് നമുക്ക് എത്ര സെൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്? എത്ര സെൻസസ് ഉണ്ടെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്? 5 സെൻസസ് എന്നാണ്. എന്നാൽ 5 സെൻസസിന് പുറത്ത് 5 സെൻസസും കൂടെ ഉണ്ട്. മെൻ്റൽ സെൻസസ് എന്നാണ് അതിന് പറയുന്നത്. ഇത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമെ 5 സെൻസസ് നമുക്കുണ്ട്. അതിലൊന്നാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്, അതിലൊന്നാണ് വിൽ പവർ എന്ന് പറയുന്നത്, അതിലൊന്നാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അതിലൊന്നാണ് റീസണിങ് എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന 5 കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ഒരു സ്പിരിച്വൽ സെൻസസ് നമുക്കുണ്ട്. ക്ലെയർ ഓഡിയൻസ് എന്ന് പറയും, ക്ലെയർ ഓഡിയൻസ്, ക്ലെയർ വിഷ്വൽസ് എന്ന് പറയും, ക്ലെയർ ഓയൻസ് എന്ന് പറയും. ഇങ്ങനെ അതേപോലെ തന്നെ ക്ലെയർ സെൻസേഷൻ എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും നമ്മുടെ സ്പിരിച്വൽ. ഇപ്പം ഞാനിപ്പോൾ രാഹുലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുലിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞാൻ അറിയുന്നതാണ്. അപ്പം അതൊരു സെൻസറി അക്യൂറ്റിയാണ്. അപ്പം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ കഴിവുകളൊക്കെ മനുഷ്യനുണ്ട്. ഈ ക്ലെയറോവൻസ് എന്ന് പറയുന്നത് മറ്റൊരാളെ മനസ്സിലാക്കുന്നതാണോ? അതായത് ഞാൻ ഈ പറഞ്ഞ നമുക്കുള്ള 15 സെൻസസ് ഉണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ വിട്ടിട്ട് ബാക്കിയുള്ള 10 എണ്ണം എന്ന് പറയുന്ന 5 എണ്ണം നമ്മുടെ മെൻ്റൽ സെൻസസ് ആണ്. ബാക്കി 5 എണ്ണം എന്ന് പറയുന്നത് സ്പിരിച്വൽ സെൻസസ് ആണ്. അപ്പോൾ ഈ പറയുന്ന സെൻസസുകളെ, നമ്മുടെ സെൻസറി അക്യൂറ്റി, ഈ സെൻസറി അക്യൂറ്റിയെ മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യത്തിലേക്കും ആഗ്രഹത്തിലേക്കും നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിൽ വിവേകാനന്ദനായാലും അതേപോലെ തന്നെ സ്റ്റീവ് ജോബ്സ് ആയാലും ഇവരെല്ലാം ഈ വിഷ്വലൈസേഷൻ പവറാണ് ഉപയോഗിച്ചത്, മാനിഫെസ്റ്റേഷൻ പവറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വിഷ്വലൈസേഷൻ വലിയ പവറുണ്ട്. ഈ വിഷ്വലൈസേഷൻ നമ്മൾ എവിടെ നടത്തുന്നത്? ഇപ്പോൾ നമ്മളെ ഒരു ചെറുപ്രായത്തിൽ, ഒരു മെച്യൂർഡ് ആവുന്ന പ്രായത്തിൽ നമ്മൾ ഈ വിഷ്വലൈസേഷൻ നന്നായിട്ട് ഉപയോഗിക്കും. ഏതാണ്? നമ്മുടെ ഈ ലൈംഗിക ഊർജം നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോൺസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വിഷ്വലൈസേഷൻ അത് ഏത് രൂപത്തിലാകാം, നമ്മളപ്പോൾ വിഷ്വലൈസ് ചെയ്യും. നമുക്കപ്പോൾ ഭയങ്കരമായിട്ട് ധൈര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിൽ പവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇച്ഛാശക്തി ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളിൽ ഒരു ഉണർവുണ്ടാകുന്നു. എന്നാൽ ഇതിപ്പോൾ ശാരീരികമാണ്. എന്തുകൊണ്ട് ഈ ലൈംഗിക ഊർജത്തെ നിങ്ങളുടെ ലക്ഷ്യത്തിലെ സാക്ഷാത്കാരത്തിന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല? അതാണ് ഇവിടെ. അപ്പോൾ ഈ ഊർജത്തെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ലാവോ കോൺഷ്യസ്നസ് ചെയ്യുന്നത്. ഇത് ഈ ലൈംഗികത മുഴുവനായിട്ട് നിർത്തുകയാണ്. ഞാൻ ചോദിച്ചത്, നമ്മുടെ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ലൈംഗികത പാപമാണ്, ലജ്ജയാണ്. ലൈംഗികത എന്ന് പറയുന്നതില്ല. ഇത് ലൈംഗികതയല്ല. നമ്മുടെ ഉള്ളിലുള്ള ലൈംഗിക ഊർജം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ സംതൃപ്തിയും ആനന്ദവും തരുന്നതാണ് ഈ ഊർജം. എന്നാൽ ആ ഊർജ്ജം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഒരു 40 വയസ്സൊക്കെ കഴിയുന്ന ആളുകൾ അവർ ലൈഫിൽ അവരുടെ ആഗ്രഹങ്ങളും അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും എല്ലാം വലിയ സാധ്യതകളിലേക്കും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിലേക്കും അവർ പോകുന്നു. കാരണം അപ്പോൾ ഈ ഊർജ്ജത്തെ അവരുടെ ആഗ്രഹത്തിലേക്കും ലക്ഷ്യത്തിലേക്കും ചാനലൈസ് ചെയ്യുന്നു. എന്നാൽ ഒരു 20 വയസ്സ് 25 വയസ്സ് അല്ലെങ്കിൽ ഒരു 18 വയസ്സൊക്കെ ഉള്ള 25-30 വയസ്സൊക്കെ ഉള്ള ആളുകൾ അവരുടെ ഫിസിക്കൽ നീഡിന് വേണ്ടി, ശാരീരികമായ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യകതയുള്ള, ഞാൻ പറഞ്ഞത് അത് വേണ്ടെന്നല്ല. നമ്മുടെ ശാരീരിക സന്തോഷത്തോടൊപ്പം നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് ആ ഊർജം കൊടുത്താൽ നമുക്ക് വിജയിക്കും. നിങ്ങൾക്ക് അത് മതിയെങ്കിൽ, നിങ്ങൾക്ക് ഈ ഫിസിക്കലായിട്ടുള്ള സുഖം മാത്രം മതിയെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്തോളൂ.
എന്നാൽ രണ്ടും കൂടെ നടക്കത്തില്ല, ഒരേ സമയത്ത് ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. പക്ഷേ ഇന്നത്തെ യുവാക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്തും പിന്നീടുള്ളത് വെൽത്തുമാണ്. ഇവർ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുന്നത് കോടീശ്വരനാവണം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടെയാണ് വരുന്നത്. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിന് സാധിക്കുന്നില്ല, ഒരുപാട് തടസ്സങ്ങളാണ്. പിന്നീടൊരു ശമ്പളക്കാരനായിട്ട് മാത്രം മാറി അവിടെ അവരുടെ ജീവിതം ഒതുങ്ങിത്തീരും, അവർക്കുണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതായത് കോടീശ്വരനാവാൻ സ്വപ്നം കണ്ടിട്ട് ഒന്നും ആവാതെ പോകുന്നൊരു അവസരം. അപ്പം അവിടെ പ്രാക്ടിക്കലായിട്ട് അവരെന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഇന്ന് യൂത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവരെ ഈ എനർജിയെ തെറ്റായിട്ടാണ് ചാനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇതിൻ്റെ നമ്മൾ എടുക്കുന്ന മോഡൽ വളരെ ഹയർ ലെവലിലുള്ള മോഡലായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ റോയൽ സൊസൈറ്റി, ഈ ക്രൗൺ കോർപ്പറേഷൻ എന്ന് പറയുന്ന കോർപ്പറേറ്റ് ആണ് ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെ ഒരു തലമുറ കഴിഞ്ഞാലും ഈ കഴിഞ്ഞ 250 വർഷമായി വേൾഡിലെ മുഴുവൻ സമ്പത്തിൻ്റെയും വെൽത്തിൻ്റെയും പരമ അധികാരം അവർക്കാണ്. അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ലോകം ഭരിക്കേണ്ടവനാണ് എന്ന് കുട്ടികളുടെ തലയിലേക്ക് കൊടുക്കുക. അതായത് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ അമ്മ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ അമ്മ കണക്ക് ചെയ്തു തുടങ്ങും, അങ്ങനെ ഹോംവർക്ക് ചെയ്തു തുടങ്ങും, മാത്സ് ചെയ്യുന്നു തുടങ്ങും. അപ്പോൾ ആ കുട്ടിയിൽ ആ കണക്ക് പഠിച്ചു കഴിയും. അതേപോലെ തന്നെ ആ അമ്മ കുട്ടി ജനിക്കുന്നതിന് മുമ്പായി 10 മാസം കൊണ്ട് 50 ലാംഗ്വേജ് അമ്മ പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ജീനിൽ ആ ലാംഗ്വേജുകളെല്ലാം തന്നെ ഇംപ്രിന്റ് ആവും. അപ്പൊ ഗർഭകാലത്ത് ഒരാൾ ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടി അത്രത്തോളം അതാ ഞാൻ പറയുന്നേ, ഇത് ലോകത്താകെ തന്നെ ഈ പഠനം നടന്നുകൊണ്ടിരിക്കുക. ഇത് പൂർണ്ണതയിൽ എത്തിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഈ പറയുന്ന റോയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു 10 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിയെ ഒരു സ്ഥാപനം നടത്താനുള്ള ഒരു സ്കില്ല് അവന് കൊടുത്തിരിക്കും, അതിന് വേണ്ട നോളജ് കൊടുത്തിരിക്കും. അവനൊരു 10 13 വയസ്സാകുമ്പോഴേക്കും അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു സ്ഥാപനം നിയന്ത്രിക്കാൻ കഴിയുന്ന, ആ സ്ഥാപനം കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു കഴിവിലേക്ക്, ഒരു പ്രാപ്തിയിലേക്ക്, ഒരു സ്കില്ലിലേക്ക്, ഒരു നോളജിലേക്ക് അവനെ എത്തപ്പെടും. അപ്പോൾ ജീവിതത്തിൽ അവൻ അതിനൊരു കേപ്പബിൾ ആവുക ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ കുട്ടികൾ ഒരു 18 20 വയസ്സാകുമ്പോഴേക്കും എവിടെങ്കിലും ഈ ജീവിതത്തിൽ ഇന്നേ വരെ ഉപയോഗിക്കാൻ കഴിയാത്ത ഹിസ്റ്ററിയും ജോമെട്രിയും അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതെല്ലാം പഠിച്ച് നോളജ് ഇങ്ങനെ പുറമേ നിന്നുള്ള നോളജുകളെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് പ്രായോഗികതയില്ലാത്ത സിദ്ധാന്തങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അവസാനം എന്താണ്, എവിടെങ്കിലും പോയി അവൻ്റെ ആ ക്ലാസ്സിലിരുന്ന് ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുന്ന ആൾ എവിടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എവിടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവിടെ അക്കൗണ്ടൻ്റ് ആയിട്ട്, അവിടെ സപ്ലയറായിട്ട്, അല്ലെങ്കിൽ അവിടെ പിന്നെ ഒരു സാധാരണ ഒരു ജോലിക്കാരനായിട്ട് ഈ പറയുന്ന പഠിക്കാൻ മിടുക്കനായിട്ടുള്ള കഴിവുള്ള ഒരാൾ മാറിത്തീരുന്നു. ഇത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ കുട്ടികൾ 25-30 വയസ്സായിട്ടും ഒരു 10,000-15,000 രൂപയുടെ ഇരിക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ അവൻ അതിന് കഴിയും. ഒരു പുതിയ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ഇടുന്ന ഒരു വിത്ത്, അവൻ്റെ ഉള്ളിൽ ഒരു സ്ഥാപനം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു സ്ഥാപനം തുടങ്ങണം, ഒരു സാധ്യത, ഒരു പുതിയ തെരഞ്ഞെടുപ്പ്, ഈ പ്രപഞ്ചത്തിൽ ഒരു പുതിയ കണ്ടെത്തൽ, പുതിയൊരു സാധ്യതകളിലേക്ക് അവൻ വരുമ്പോൾ അത് വരാൻ കഴിയുന്ന രീതിയിലേക്ക് അവനെ പ്രാപ്തമാക്കുന്നതിന് നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട്. അവിടെ ഒരു വിഷയമുണ്ട്. ഇപ്പം അവർ ജീവിച്ചു വരുന്ന ഒരു സമൂഹമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറാണല്ലോ. അപ്പം ഞാൻ കടന്നു വരുന്ന ആ ഭാഗം, അപ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾ എങ്ങനെയാണ് നമ്മളെ വളർത്തിയത്, അതെല്ലാം അതിനകത്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഡാറ്റകളൊന്നും ആക്സസ് ചെയ്യാനില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നതെങ്കിൽ എനിക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഇവിടെ സാധാരണപ്പെട്ട രക്ഷകർത്താക്കളെ നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ ജോലി, എൻ്റെ മോൻ പഠിച്ച് വളർന്നൊരു സർക്കാർ ജോലി ഉദ്യോഗസ്ഥനാണ്, അതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അവർ കൊടുക്കുന്ന സജഷൻ തന്നെ അതാണ്. അപ്പം ഒരു 25 വയസ്സ് വരെ കഴിഞ്ഞിട്ടും ഒരു ജോലി വാങ്ങണം എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും അവർ വരുന്നത്. അപ്പം അതിന് ശേഷമാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പം ഇനി ഇപ്പോൾ ഒരു 10, 25, 30 വയസ്സായിട്ട് ജീവിതം മൊത്തത്തിൽ മാറ്റണം, ലൈഫ് മൊത്തത്തിൽ മാറ്റണം. ഇതുവരെ അവർ ചിന്തിച്ച് വെച്ചിരുന്നത് തെറ്റായിരുന്നു. സ്വന്തമായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ അവർ എന്താണ് ഇനി ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ഈ ലാവ കോൺഷ്യസ്നസ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മെൻ്റൽ ഹെൽത്ത്, അതായത് ഇപ്പോൾ അവർ
കൊണ്ടുപോകുന്ന അവരുടെ സ്ട്രെസ്സ്, മെൻ്റൽ ഹെൽത്ത്, അത് അല്ലെങ്കിൽ അവർക്ക് ഇനി ലഭിക്കാനുള്ള വെൽത്ത്, ലൈഫ് ലോങ് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വെൽത്തും ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ടെക്നിക്കിന് കഴിയുമോ?